സർ, ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ തുടർന്ന് ജമ്മു കാശ്മീർ, ലഡാക്ക് നമുക്കറിയാമല്ലോ. അതിൽ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി തുടരട്ടെ എന്നായിരുന്നു ലഡാക്കിൽ നിന്ന് ഉയർന്ന പൊതു താൽപ്പര്യം. അവരുടെ MP ജമ്യാങ് ടേംസ്രിങ്, അദ്ദേഹം അന്ന് നടത്തിയ ഒരു പ്രസംഗം വളരെ വൈറലായിരുന്നു. പക്ഷെ പിന്നീട് സ്ഥിതിഗതികൾ മാറി മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ലഡാക്കിന് തീ പിടിച്ചിരിക്കുകയാണ്. ആരാണ് സാർ വാസ്തവത്തിൽ ഈ ലഡാക്ക് സംഘർഷത്തിൻ്റെ പുറകിൽ? ഏതെങ്കിലും വിദേശ ശക്തികൾ ഇതിൻ്റെ പിന്നിലുണ്ടോ? വിദേശ ശക്തികൾ തന്നെയാണ് എന്നുള്ളത് വളരെ സുവ്യക്തമാണ്. പക്ഷേ ആ വിദേശ ശക്തികൾ ഇന്ത്യക്ക് പുറത്തല്ല, അകത്ത് തന്നെ. ഇറ്റ് ഈസ് an action which is not covert. The action is within. അതാണ് സംഭവം. നോക്കൂ, നമുക്ക് ഏറ്റവും ഒടുവിലെ ഉദാഹരണത്തിൽ നിന്ന് വരാം. പബ്ലിക് ഡൊമൈനിൽ ഫോട്ടോയിൽ ലഭ്യമാണ്. സ്റ്റാൻസിങ് സെപ്പാൻ എന്ന് പറയുന്ന അവിടുത്തെ കോൺഗ്രസിന്റെ കൗൺസിലറാണ്, ജനപ്രതിനിധിയാണ്, കോൺഗ്രസ്സുകാരനാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ ഉന്നത തലങ്ങളിലെ അനുമതിയില്ലാതെ അദ്ദേഹം, ഒരു കൗൺസിലർ, അങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അയാളൊരു ഭ്രാന്തനായിരിക്കണം. മാനസിക രോഗത്തിനുള്ള ചികിത്സയുടെ സർട്ടിഫിക്കറ്റ് കിട്ടണം. ആ കൗൺസിലർ ആ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം പ്രവർത്തിക്കേണ്ട ആള് BJP ഓഫീസിന് നേരെ തീപ്പന്തവുമായിട്ട് കടന്നു ചെല്ലുകയാണ്, കത്തിക്കാൻ, ആളുകളെ കൂട്ടക്കുരുതി നടക്കാൻ. ഒരു പക്ഷേ ബാഹ്യമായിട്ടുള്ള ഒരു പ്രചോദനം നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തിൽ നിന്നായിരിക്കാം ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രിമാരെയൊക്കെ ചുട്ടുകൊന്നല്ലോ, പന്നിയെ ചുട്ടുകൊല്ലുന്നത് പോലെ. ആ ഒരു പ്രചോദനം ഉണ്ടായിരിക്കാം, പ്രലോഭനവും ഉണ്ടായിരിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രേരണയും പ്രലോഭനവും ഉണ്ടായിട്ടുള്ളത് രാഹുൽ ഗാന്ധിയിൽ നിന്നാണ്. ജൻസി പ്രക്ഷോഭം ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ബീഹാറിലുടനീളം ഉഴുതുമറിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലകളിൽ മോദിക്കെതിരെ അവരുടെ ഉള്ളിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ഹൈന്ദവ വിരുദ്ധ വികാരങ്ങളെ ആളിക്കത്തിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിലൂടെ മോദിയുടെ അമ്മയെയും പോലും അദ്ദേഹവുമായിട്ട് കൂട്ടിച്ചേർത്ത് അശ്ലീല അഭിഷേകം നടത്തുന്ന പരുവത്തിലേക്ക് വരെ എത്തിച്ച രാഹുൽ ഗാന്ധിക്ക് ഇതിൻ്റെ പിന്നിലുള്ള പങ്ക് ദേശബോധം ഇപ്പോഴും അവശേഷിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് പോലും നിഷേധിക്കാൻ പറ്റില്ല. ഇതിങ്ങനെയൊന്നുണ്ടാവും, അത് ബീഹാറിൽ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധി ഈ യാത്ര നടത്തിയതും ഹൈഡ്രജൻ ബോംബും ന്യൂക്ലിയർ ബോംബും അതുപോലെയുള്ള ബോംബുകളും സ്വന്തം രാജ്യത്തിനെതിരെ പ്രയോഗിക്കുന്നതും. അമേരിക്ക അവരുടെ അറ്റോമിക് ബോംബുകൾ വിക്ഷേപിച്ചത് അമേരിക്കയിലല്ല, അവർ വിക്ഷേപിച്ചത് നാഗസാക്കിയിലും ഹിരോഷിമയിലുമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നതും പ്രവർത്തിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ബോംബുകൾ ഇന്ത്യയിൽ തന്നെ പൊട്ടിക്കുമെന്നാണ്, നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പരം ഒരു ദേശദ്രോഹം എന്താണുള്ളത്? പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടന്ന് ചിരിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ അയാൾ അവിടെ കിടന്ന് തൻ്റെ കുടുംബത്തിൽ കിടന്ന അമ്മയോട് എന്താ അമ്മേ, ഞാൻ ഇത്രമാത്രം തല കുത്തി മറിഞ്ഞിട്ട് ഇത്രയും ബോംബ് പൊട്ടിച്ചിട്ടും ഇന്ത്യയിൽ നേപ്പാളിലെ പോലൊരു കലാപം ഉണ്ടാക്കാൻ പറ്റാത്തത്? എങ്കിൽ നമുക്ക് കുടുംബത്തോട് ആ ഭരണം അങ്ങേറ്റെടുത്ത് മോദിയെ നമുക്ക് ഇവിടുന്ന് ഓടിച്ച് പുകച്ച് ചാടിച്ച് കളയാമായിരുന്നല്ലോ. ആ പ്രചോദനമാണ് ഈ പറയുന്ന ലഡാക്കിൽ 4ാം ക്ലാസ് വരെ അക്ഷരാഭ്യാസമുള്ളൂ. അക്ഷരാഭ്യാസമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, ബോധമില്ലാത്ത ആൾക്കാർക്കിടയിൽ ഈ പയ്യൻ്റെ വിവരമില്ലാത്ത പ്രസംഗങ്ങൾ തീപ്പൊരി പോലെ. അതായത് ബീഹാറിൽ നിന്ന് അത് ലഡാക്കിലേക്ക് നേരെ അങ്ങ് പടരുകയായിരുന്നു എന്നാണോ? ബീഹാറിൽ നിന്ന് ലഡാക്കിലേക്ക് അത് നേരെ അങ്ങ് പടരുകയായിരുന്നു. ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തിൻ്റെ വാർത്തകളും ലൈവുകളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ബീഹാറിൽ എന്ന് പറഞ്ഞാൽ ബീഹാറിൽ തൊടാൻ പറ്റുകയില്ല. കാരണം വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു ജനത അവിടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. മികച്ച ഭരണകൂടവും അവിടെ എല്ലാ ഗ്രാമങ്ങളിലും സ്കൂളുകളായി കഴിഞ്ഞിരിക്കുന്നു. ബീഹാറിൻ്റെ ചിത്രങ്ങൾ പഴയ ചിത്രങ്ങളല്ല, ഗുണ്ടാരാജിൻ്റെ അഴുക്കു പിടിച്ച പാട്ട ബസ്സുകളുടെ ചിത്രങ്ങളല്ല, മനോഹരമായ റോഡുകളുടെയും മനോഹരമായ വലിയ ആഡംബരമുള്ള വീടുകളോ ഫ്ലാറ്റുകളോ ചെങ്കൽച്ചൂല കോളനി പോലുള്ള ആഡംബരമൊന്നുമില്ല. പക്ഷെ മനോഹരമായ ഗ്രാമീണമായിട്ടുള്ള തണലുകളിൽ വിശ്രമിക്കുന്ന എരുമകളും പശുക്കളും ഉള്ള ഗ്രാമീണ ഭംഗിയോടുകൂടിയ, നമ്മൾ പറയില്ലേ രമണീയം ഒരു കാലം,
ആ കാലത്തിൻ്റെ ഭംഗികൾ അത്രയും പേറുന്ന ഗ്രാമങ്ങളോടുകൂടിയ ഒരു സംസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട്. മാത്രവുമല്ല, ബുദ്ധന് ബോധോദയം ലഭിച്ച ഗയ എന്ന് പറയുന്ന സ്ഥലം ബീഹാറിൽ തന്നെയാണ്. യഥാർത്ഥ ബുദ്ധന്മാരും ബൗദ്ധിക ചിന്തകൾക്കപ്പുറം ബുദ്ധ ചിന്തകളും, അതായത് മധ്യമാർഗം, ജീവിതത്തിൽ മധ്യമാർഗം സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അഷ്ടാംഗമാർഗം, ഇതൊക്കെ അവലംബിക്കുന്നവരായിട്ടുള്ള ആൾക്കാരും ബുദ്ധൻ്റെ സ്വാധീനത്താൽ ഉള്ള സ്ഥലമാണ്. പക്ഷേ ബുദ്ധൻ ജനിച്ച കപലവസ്തുവിലാണ് ഈ ജൻസി വിപ്ലവം മരണ മാസായിട്ട് മാറിയത്. സർ, നമ്മൾ ഈ ലഡാക്കിലേക്ക് തിരിച്ചു വന്നാൽ അവിടെ ഈ സോനം വാങ്ചുക് എന്നൊരു പരിസ്ഥിതി പ്രവർത്തകനെ പോലീസ് വേട്ടയാടുന്നു, സർക്കാർ വേട്ടയാടുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത്. എന്താണ് ഈ സോനം വാങ്ചുക്കിന് ഈ ലഡാക്കിൽ നടന്ന ഈ കലാപവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രശാന്തെ, അത് പറഞ്ഞ ഏറെ നാൾ മുമ്പ് മാതൃഭൂമി വാരാന്ത പതിപ്പ്, അതാണല്ലോ ദേശീയ പത്രം നമ്മുടെ, ഈ സോനം വാങ്ചുക്കിന് ഒരു അഭിമുഖം കൊടുത്തു. സോനം വാങ്ചുക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രദേശത്തിൻ്റെ, ലേ എന്ന് പറയുന്ന പ്രദേശം വളരെ വലിയ പ്രദേശമാണ്, പക്ഷേ ജനസംഖ്യ വളരെ കുറവാണ്. അതെ അതെ, കേരളത്തിൻ്റെ ഒരു താലൂക്കിലുള്ള പോലും ജനസംഖ്യ ഇല്ലാത്ത ഒരു പ്രദേശം. ആ പ്രദേശത്തിൻ്റെ പ്രതിനിധി മാത്രമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഫുൾ പേജ് സൺഡേ സപ്ലിമെൻറ്റിൽ, വാരാന്ത പതിപ്പിൽ അഭിമുഖം കൊടുത്തിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ വില മാത്രമേ ആ മനുഷ്യന് കൽപ്പിക്കേണ്ടതുള്ളൂ. പിന്നെ ഈ വാങ്ചുക്കിന് എങ്ങനെയാണ് ഈ ന്യൂസ് വാല്യൂ വന്നത്? കാരണം വിഘടനവാദത്തിൻ്റെ വിത്തുകൾ അദ്ദേഹത്തിലുണ്ട്. വിഘടനവാദത്തിൻ്റെ വിത്തുകൾ. ബുദ്ധമതക്കാരനാണെന്നാണ് പറയുന്നത്. ഈ മനുഷ്യൻ എന്താണ് ചെയ്തതെന്നറിയാം? അവർക്ക് സ്വയംഭരണ പ്രദേശം വേണം, സംവരണം വേണം, ഇങ്ങനെ 100 കൂട്ടം ഡിമാൻഡുകൾ. ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, അവിടുത്തെ ആളുകളുടെ ശരാശരി വിദ്യാഭ്യാസം 4ാം ക്ലാസ്സാണ്. അത് ഉയർത്തിക്കൊണ്ടുവരാൻ പലതും അദ്ദേഹം ശ്രമിച്ചു. അതിന് വിദേശ ഫണ്ടുകൾ ഉണ്ടായിരുന്നു. ഈ വിദേശ ഫണ്ടുകൾ വരുമ്പോൾ അതിനൊരു റൈഡർ കാണും. ഈ സോനം വാങ്ചുക്ക് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, ഏതാണ്ട് 2 മാസം മുമ്പേ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. ആ ഫണ്ട് പാകിസ്ഥാനിൽ നല്ല, പക്ഷേ ഫണ്ട് സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് അതിന്റെ സത്യാവസ്ഥ അല്ല, ഇതെനിക്ക് സത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അതെ, രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. ആ പരിസ്ഥിതി പ്രവർത്തകനും വിദേശ സോഴ്സുകളിൽ നിന്ന് ഫണ്ട് വന്നിരുന്നു. ഇപ്പം അതെല്ലാം നിർത്തിച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ബുദ്ധിപൂർവ്വം. ഇതെന്തിനാണെന്ന് വെച്ചാൽ അവർ റൈഡർ വെക്കും. പരിസ്ഥിതിക്ക് ഫണ്ട് അനുവദിക്കുമ്പോൾ നിങ്ങൾ ഒരു വികസന പ്രവർത്തനവും അവിടെ നടത്താൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞാൽ വളരെ തന്ത്രപരമായിട്ടുള്ളൊരു മേഖലയാണത്. ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും അതിർത്തി പങ്കിടുന്ന നേപ്പാളുമായിട്ടും. അപ്പം അങ്ങനെ ഒരു പ്രദേശത്ത് നിങ്ങൾ വികസന പ്രവർത്തനം നടക്കരുതെന്ന് പറഞ്ഞാൽ ട്രൂപ്പ് മൂവ്മെൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ മൂവ്മെൻറ്റുകളും, മനസ്സിലായോ, നമ്മുടെ ആയുധ മൂവ്മെൻറ്റ്, ആയുധങ്ങൾ അങ്ങോട്ട് കടത്തിക്കൊണ്ടു പോകുന്നതൊക്കെ ഉൾപ്പെടെ എല്ലാം തടയപ്പെടും എന്നുള്ളതാണ്. സൈന്യത്തിന്റെ സൈന്യത്തിനെ ഉണ്ടാക്കാൻ പറ്റില്ല, സ്ട്രാങ്കിൾ ഹോൾഡായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ള ഫണ്ടുകൾ സ്വീകരിച്ചു കൊണ്ടിരുന്നു. ഇനി പ്രധാനപ്പെട്ട വേറൊരു കാര്യം, നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ട് പറയാം. ഇതുകൂടാതെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ബുദ്ധമതക്കാരല്ല അതിലെ. ഈ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസിലുള്ളത് മുഴുവൻ മുസ്ലിങ്ങളാണ്. അവർക്ക് ഈ രാജ്യം എങ്ങനെയെങ്കിലും ഒന്ന് ബ്ലീഡ് ചെയ്യുന്നതും കുട്ടിച്ചോറാവുന്നതും കാണാൻ ആഗ്രഹം വളരെ ഉള്ളവരാണ്. അവരിൽ ഒരാളാണ് പെർവേസ് മുഷറഫിന്റെ കാലത്ത് അവരുടെ പട്ടാളക്കാർക്ക് വഴി കാണിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ഇതൊന്നും അതേ പ്രശാന്തെ, കാശ്മീരിനെ അവർ പിടിച്ചടക്കാൻ ശ്രമിച്ചപ്പോൾ അവിടുത്തെ ട്രൈബൽസിനെ മറയാക്കിക്കൊണ്ട് പട്ടാളക്കാരെ കൊണ്ട് കാശ്മീരിന്റെ തലം, ഇന്ത്യയുടെ തലയായ കാശ്മീർ വെട്ടിമുറിക്കാൻ, അതാണല്ലോ അവരുടെ പരിപാടി, കഴുത്തു മുറിക്കുക. അത് ചെയ്തപ്പോൾ അന്ന് അവരെ വഴിതെറ്റിച്ച് പരാജിതരാക്കി തിരിച്ചയച്ചതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഒരു മുസ്ലിമാണ്, കാശ്മീരി മുസ്ലിം, ഇന്ത്യൻ ദേശീയ ബോധമുള്ള ഷെർവാണി എന്ന് പറയുന്നു. ഷെർവാണി ഒരു ഡ്രസ്സിൻ്റെ പേരാണ്, ഇതൊരു മനുഷ്യൻ്റെ പേരാണ്, മുസ്ലിമായ മനുഷ്യൻ. പലവട്ടം അവരെ ഞാൻ വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വട്ടം ചുറ്റിച്ച് അവസാനം ഗതികെട്ട് വെള്ളം കുടിക്കാനും ആഹാരം കഴിക്കാനും വകയില്ലാതെ തിരിച്ചു പോകേണ്ടി വന്നു. അതിൻ്റെ VP മേനോനും ഇന്ത്യൻ പട്ടാളവും വിമാനത്തിൽ അവിടെ ചെല്ലുന്നതിന് മുമ്പ് പാകിസ്ഥാൻ്റെ പരാജയം ഉറപ്പാക്കിയത് ഒരു ഇന്ത്യൻ മുസ്ലിമാണ് ഷെർവാണി. ആ ബോധമില്ലാത്ത, പാരമ്പര്യമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, വിവരമില്ലാത്ത ആൾക്കാരടങ്ങിയ കാർഗിൽ അലയൻസ്. അതിനിപ്പോൾ വലിയൊരു രസം കൂടി, ഇന്നത്തെ ദേശാഭിമാനി പത്രം അവോളം ഇങ്ങനെ വൈത്താരികൾ പാടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് കേൾക്കണം ഇവരുടെ വാങ്ചുക്കിനെ കുറ്റി. ഈ വാങ്ചുക്ക് ഉണ്ടല്ലോ, മാതൃഭൂമിക്ക് അഭിമുഖം കൊടുത്ത വാങ്ചുക്ക്, അവിടെ നിരാകരം വരുന്ന ആള് പെട്ടെന്ന് ഇത് കലാപകലുഷിതമായെന്ന് അറിഞ്ഞപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നേതാവിന്റെ ചുണയും ചുടിയും
നേതൃത്വം ലീഡർഷിപ്പ് ക്വാളിറ്റിയും ആംബുലൻസ് ബുക്ക് ചെയ്ത് നമ്മൾ സുരേഷ് ഗോപി ആംബുലൻസിൽ കയറി തൃശ്ശൂർ പൂരത്തിന് വന്നു എന്ന് പറഞ്ഞാണല്ലോ ഇവിടെ വലിയ പ്രക്ഷോഭം. ഈ മനുഷ്യൻ സമരത്തിന്റെ നടുക്കു നിന്ന് അതിൽ കയറി സ്വന്തം ജീവൻ രക്ഷിച്ച് തടി തപ്പിപ്പോയി. ഈ വാങ്ങിച്ചു ഇവനാണ് നേതാവ്, ഒളിച്ചോടി. ഇവനെയാണ് വലിയ ഗ്ലോറിയസ് ആയിട്ടുള്ള ഗ്ലോറിഫിക്കേഷൻ നടത്തിയിരിക്കുന്ന മാതൃഭൂമി. അതിന്റെ നടുക്കണ്ടത്തെ പേജില് എന്തൊരു ദേശീയത, ദേശ അപമാനിയാണ് ചുരുക്കി പറഞ്ഞാൽ ലഡാക്കിൽ വളരെ കൃത്യമായി ഒരു വിദേശ ഫണ്ടിങ്ങും ഉണ്ടായിരുന്നു, ഒക്കെ നടന്നിരുന്നു. ഇനി നമ്മൾ അന്വേഷിക്കേണ്ട, എനിക്കറിയില്ല മാതൃഭൂമിക്ക് കൂടി ഇതിന്റെ ഫണ്ടിന്റെ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. പണ്ട് ദേശീയ സമരം നടത്താൻ പിടിയേരി വരെ പിരിവ് നടത്തുമായിരുന്നു കേശവമേനോൻ. ഇപ്പം മാതൃഭൂമിക്ക് വിദേശത്തു നിന്ന് ഈ ഇന്ത്യയെ ഒന്ന് തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മാത്രം അന്വേഷിച്ചാൽ മതി. കോൺഗ്രസിന് കിട്ടുന്ന പോലെ, കോൺഗ്രസിന്റെ താങ്ങാണല്ലോ ഈ ദേശദ്രോഹ വർത്തമാനങ്ങൾ പറയുമ്പോൾ. സോറോസിന്റെ അതിനെ ശിഷ്യന്മാരാണല്ലോ. ഈ ലേയിൽ വിവരമില്ലാത്തവർ കാണും, പക്ഷെ കേരളത്തിലെ ആൾക്കാർ വിവരമില്ലാത്തവരല്ല. മാതൃഭൂമി അത് നല്ലതുപോലെ മനസ്സിലാക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.